ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ വിജയമുറപ്പിച്ച ഘട്ടം. IPL ഈ സീസണിന്റെ തുടക്കത്തിൽ താളം കണ്ടെത്താൻ ഏറെ പ്രയാസപ്പെട്ട യശസ്വി ജയ്സ്വാൾ നാളുകൾക്ക് ശേഷം തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തകർത്തടിക്കുന്നു. ഒടുവിൽ അയാളുടെ പോരാട്ടം സെഞ്ചുറിക്കരികെ എത്തി. അടിച്ചുയർത്താവുന്ന പല പന്തുകളും സിംഗിളിട്ട് നൽകി ജയ്സ്വാളിന് സ്ട്രൈക്കായി മാറുകയാണപ്പോൾ സഞ്ജു. 18ാം ഓവറിലെ ആദ്യ പന്തിൽ സെഞ്ചുറി കുറിച്ച ജയ്സ്വാളിന്റെ ആഘോഷം പറയും എല്ലാം. IPL സീസണ് തൊട്ട് മുമ്പ് വരെ ദേശീയ ജേഴ്സിയിൽ മിന്നും ഫോമിലായിരുന്ന ജയ്സ്വാൾ ടൂർണമെന്റിലെ ആദ്യ മത്സരങ്ങളിൽ തുടരെ പരാജയപ്പെടുന്നത് കണ്ട് അന്താളിച്ചു നിന്നവരാണ് ആരാധകരിൽ പലരും. പിന്നെ അത് കടുത്ത വിമർശനങ്ങളായി മാറി. ഒടുവിൽ അയാളിതാ വിമർശകരുടെ മുഴുവൻ വായടച്ചിരിക്കുന്നു. ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ്. ജയ്സ്വാളിന്റെ ഇന്നിംഗ്സിനെ മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. അതേ ഓവറിൽ ജയ്സ്വാളിന് വിജയ റൺ എടുക്കാനുള്ള അവസരവും സഞ്ജു കൈമാറുന്നത് ആരാധകർ കണ്ടു. ആ സെഞ്ചുറിയും വിജയ റണ്ണും ജയ്സ്വാളിന്റെ ആത്മവിശ്വാസം എത്രമേൽ ഉയർത്തുമെന്ന് സഞ്ജു സാംസൺ എന്ന നായകന് നന്നായി അറിയാം. അതുകൊണ്ടാകണം അയാൾ ആ സമയത്ത് വലിയ ഷോട്ടുകൾക്ക് മുതിരാതിരുന്നത്. പലവരും പരാജയപ്പെട്ടപ്പോഴും തന്നിൽ വിശ്വാസമർപ്പിച്ച് അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരുന്ന സഞ്ജു ബൈയെ കുറിച്ച് മത്സരശേഷം ജയ്സ്വാൾ വാതോരാതെ സംസാരിച്ചു. ജയ്സ്വാളിന് ഒരാളുടെയും ഉപദേശത്തിന്റെ ആവശ്യമില്ലെന്നും അയാൾ ഏറെ ആത്മവിശ്വാസത്തോടെയാണ് ബാറ്റ് വീശാറുള്ളതെന്നുമായിരുന്നു സഞ്ജുവിന്റെ മറുപടി. പവർ പ്ലേയിൽ ജയ്സ്വാൾ ബാറ്റ് വീശുന്നത് കണ്ടപ്പോൾ തന്നെ ഇത് അയാളുടെ ദിവസമാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, സഞ്ജു പറഞ്ഞു. നെറ്റ്സിൽ ഏറെ സമയം ചിലവഴിക്കുന്ന ജയ്സ്വാളിനെ കുറിച്ച് ഇടയ്ക്കിടെ മനസ്സുറക്കാറുള്ള സഞ്ജുവിനറിയാം അയാളുടെ വീഴ്ചകൾക്ക് അല്പായുസ് മാത്രമാണെന്ന്. അതുകൊണ്ടാണ് അവസരങ്ങളേറെ നൽകി സഞ്ജുവും ടീം മാനേജ്മെന്റും ജയ്സ്വാളിനെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒടുവിൽ അയാളിതാ വിശ്വാസം കാക്കുകയും ചെയ്തു. ജയ്പൂരിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹാർദിക് പാണ്ഡ്യയ്ക്ക് തൊട്ടതെല്ലാം പിഴച്ചപ്പോൾ സഞ്ജു സാംസൺ എന്ന നായകൻ തൊട്ടതെല്ലാം പൊന്നാക്കുകയായിരുന്നു. കമന്ററി ബോക്സിൽ ഉണ്ടായിരുന്ന കെവിൻ പീറ്റേഴ്സണും സുനിൽ ഗവാസ്കറും സഞ്ജു T20 ലോകകപ്പ് ടീമിൽ ഉണ്ടാകണമെന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞു. 2 4ഉം 2 6ഉം സഹിതം 28 പന്തിൽ പുറത്താവാതെ 38 റൺസായിരുന്നു മുംബൈക്കെതിരെ സഞ്ജുവിന്റെ സമ്പാദ്യം. സഞ്ജുവിന് കൺസിസ്റ്റൻസി ഇല്ലെന്ന് കുറ്റപ്പെടുത്തിയവരോട് ഇപ്പോൾ സ്റ്റാറ്റസുകൾ സംസാരിക്കുന്നുണ്ട്. 8 മത്സരങ്ങളിൽ നിന്ന് 314 റൺസാണ് ഈ സീസണിൽ സഞ്ജു അടിച്ചെടുത്തത്. 62.8 ബാറ്റിംഗ് ആവറേജ്, 152.4 സ്ട്രൈക്ക് റേറ്റ്. ഓറഞ്ച് ക്യാപ്റ്റനായുള്ള പോരാട്ടത്തിൽ 4ാം സ്ഥാനത്ത്. ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് ഇനിയും അയാൾ പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ അനീതിയാവും അത്. ലോകകപ്പ് ടീമിൽ ഉറപ്പായും സഞ്ജുവിന്റെ പേരുണ്ടാകണമെന്നാണ് ഹർഭജൻ സിംഗ് മത്സരശേഷം പ്രതികരിച്ചത്. രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ നായകനായി അയാളെ വളർത്തിക്കൊണ്ടുവരണമെന്നും ഹർഭജൻ അഭിപ്രായപ്പെട്ടു. ഹർഭജൻ ഇക്കാര്യം സൂചിപ്പിച്ചതിന് പിന്നിൽ മുംബൈ രാജസ്ഥാൻ മത്സരത്തിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻ ബ്രില്യൻസ് കണ്ട ചില നിമിഷങ്ങളാണ്. മുംബൈ ഇന്നിംഗ്സിലെ 2ാം ഓവറിലെ 3ാം പന്ത്. ക്രീസിലുള്ളത് ഫോമിലുള്ള മുംബൈ ഓപ്പണർ ഇഷാൻ കിഷൻ. സന്ദീപ് ശർമ്മ എറിഞ്ഞ ഔട്ട്സിംഗ് ബോൾ ഓഫ് സൈഡിലേക്ക് ഡ്രൈവ് ചെയ്ത കിഷന് പിഴച്ചു. പന്ത് സഞ്ജുവിന്റെ കയ്യിൽ ചെന്നാണ് വിശ്രമിച്ചത്. ബാറ്റ് ടച്ച് ഉണ്ടെന്ന് ഉറപ്പായതിനാൽ സഞ്ജു അപ്പീൽ ചെയ്തു. എന്നാൽ അമ്പയർ ബാറ്റിൽ പന്ത് കൊണ്ടിട്ടില്ലെന്ന നിലപാടിലായിരുന്നു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ സഞ്ജു റിവ്യൂ നൽകി. തേർഡ് അമ്പയറുടെ പരിശോധനയിൽ ബാറ്റിൽ പന്തുരസയിട്ടുണ്ടെന്ന് വ്യക്തമായിരുന്നു. ഫീൽഡ് അമ്പയർക്ക് തീരുമാനം പുനഃപരിശോധിക്കേണ്ടി വന്നു. 0-ന് മുംബൈ വിക്കറ്റ് കീപ്പർ പുറത്ത്. രോഹിത്തിന് പിന്നാലെ ഇഷാനും മടങ്ങിയതോടെ സ്വന്തം തട്ടകമായ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ മുംബൈക്കെതിരെ പിടിമുറുക്കാനും രാജസ്ഥാനായി. 10 റൺസ് എടുത്ത സൂര്യകുമാർ യാദവ് കൂടി മടങ്ങിയതോടെ പവർ പ്ലേയിൽ 3 വിക്കറ്റാണ് സന്ദർശകർക്ക് നഷ്ടമായത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ മുംബൈക്കെതിരെ മികച്ച തീരുമാനങ്ങളിലൂടെ ഏറെ കയ്യടി നേടിയിരുന്നു സഞ്ജു. തകർത്തടിച്ച സൂര്യകുമാർ യാദവിനെ ഫീൽഡിംഗ് കടിയൊടുക്കി പുറത്താക്കിയ സഞ്ജു മികച്ച ബാറ്റിംഗ് ട്രാക്കായ ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ മുംബൈയെ 179 റൺസിൽ ഒതുക്കി. അവസാന 2 ഓവറുകളിൽ മുംബൈ സ്കോർ 200 കടക്കുമെന്ന് കരുതിയവരുടെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ സഞ്ജുവിന്റെ വിശ്വസ്ത ബോളർമാരായ ആവേശ് ഖാനും സന്ദീപ് ശർമ്മയും ചേർന്ന് തെറ്റിച്ചു. ആ 2 ഓവറിൽ പിറന്നത് വെറും 9 റൺസാണ്. വീണത് 4 വിക്കറ്റുകൾ. ലോകകപ്പ് ടീമിൽ തന്റെ ഇടത്തെക്കുറിച്ച ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും കൂളാണ് സഞ്ജു. വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്തിനായി തനിക്കൊപ്പം മത്സരിക്കുന്ന മുംബൈ ഓപ്പണർ ഇഷാൻ കിഷനെ കുറിച്ച് സഞ്ജു ഇന്നലെ പറഞ്ഞ വർത്തമാനം ഒന്നു മതിയാകും അത് മനസ്സിലാക്കാൻ. ഞാൻ ആരുമായും മത്സരിക്കുന്നില്ല. ഒരേ ടീമിൽ കളിക്കുന്നവർ പരസ്പരം മത്സരിക്കുന്നത് ആരോഗ്യകരമല്ല. ഇഷാനെ ഞാൻ ഏറെ ബഹുമാനിക്കുന്നുണ്ട്. അയാൾ ഒരു മികച്ച ബാറ്ററാണ്, മികച്ച കീപ്പറാണ്. എനിക്ക് എൻ്റെ ശക്തിയും ദൗർബല്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെയാണ് മത്സരിക്കുന്നത്. സഞ്ജു ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാകാനേ അയാൾക്ക് കഴിയൂ.